യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ. ആൻ കാതറിൻ എമറിച്ചിൻ്റെ ദർശനങ്ങൾ. രംഗം 1. പെസഹായുടെ ഒരുക്കങ്ങൾ. പെസഹ വ്യാഴം നിസാൻ 13 മാർച്ച് 29. ബദനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ഈശോയും സുഹൃത്തുക്കളും പങ്കെടുത്ത അവസാനത്തെ വലിയ പരസ്യവിരുന്ന് ഇന്നലെ വൈകുന്നേരമായിരുന്നു. അവിടെ വച്ച് മേരി മഗ്ദലേൻ യേശുവിൻ്റെ പാദങ്ങളിൽ വിലയേറിയ സുഗന്ധതൈലം പൂശി. ഇത് കണ്ട് യൂദാസ് അസംതൃപ്തനായി. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനെ പറ്റി പുരോഹിത പ്രമുഖന്മാരുമായി ഗൂഢാലോചന നടത്തുന്നതിന് അയാൾ ഉടനെ അവിടം വിട്ട് ജെറുസലേമിലേക്ക് പോയി. വിരുന്നിന് ശേഷം യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് മടങ്ങി. അപ്പസ്തോലന്മാരിൽ ചിലർ ബദനിയാക്ക് അപ്പുറം സ്ഥിതി ചെയ്തിരുന്ന ഒരു സത്രത്തിലേക്കും പോയി. രാത്രിയിൽ നിക്കോദെമോസ് വീണ്ടും ലാസറിന്റെ ഭവനത്തിൽ വന്ന് യേശുവുമായി ദീർഘനേരം സംസാരിച്ചു. പ്രഭാതമാകുന്നതിന് മുമ്പ് അയാൾ ജെറുസലേമിലേക്ക് മടങ്ങി. കുറച്ചു ദൂരം ലാസറും അയാളെ അനുധാവനം ചെയ്തു. ഇവിടെ വെച്ചാണ് പെസഹ ഭക്ഷിക്കുന്നതെന്ന് ശിഷ്യന്മാർ നേരത്തെ തന്നെ ഈശോയോട് ചോദിച്ചിരുന്നു. പ്രഭാതമാകുന്നതിന് മുമ്പ് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ച് ജെറുസലേമിൽ പെസഹ ഭക്ഷിക്കുന്നതിന് എന്തെല്ലാം ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി അവരോട് സംസാരിച്ചു. സിയോൻ മല കയറുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന ഒരാളെ കാണുമെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം ബദനിയായിൽ ഈശോയ്ക്ക് വേണ്ടി പെസഹ ഒരുക്കിയത് അയാൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന ആളെ എന്ന് വിശുദ്ധ മത്തായി പറയുന്നത്. ഈ ആളെ വീട് വരെ അനുഗമിച്ച് ഗുരു പറയുന്നു, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് കൂടി നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും എന്ന് പറയണമെന്ന് യേശു അവരോട് ആവശ്യപ്പെട്ടു. അയാൾ കാണിച്ചു കൊടുക്കുന്ന വിരുന്നുശാലയിലാണ് ആവശ്യമായ ഒരുക്കങ്ങൾ അവർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പസ്തോലന്മാർ രണ്ടുപേരും ജെറുസലേമിനെ ലക്ഷ്യമാക്കി നടക്കുന്നത് ഞാൻ കണ്ടു. ദേവാലയത്തിന് തെക്കുവശത്തുള്ള ഇടുങ്ങിയ താഴ്വരയിലൂടെ സിയോൻ മലയുടെ വടക്കുഭാഗത്തേക്ക് അവർ നീങ്ങി. ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ തെക്കേ ചെരുവിൽ ഏതാനും നിര വീടുകൾ ഉണ്ടായിരുന്നു. ഈ വീടുകളുടെ എതിർവശത്തുകൂടി ഒരു അരുവിയുടെ തീരം പിടിച്ച് അവർ മുകളിലേക്ക് നടന്നു. സിയോൻ മലയുടെ മുകളിലെത്തിയപ്പോൾ തെക്കോട്ട് തിരിഞ്ഞ് ചെറിയ ഒരു കയറ്റത്തിലെത്തി. അവിടെ വച്ച് യേശു പറഞ്ഞിരുന്ന ആളെ അവർ കണ്ടുമുട്ടി. അവർ അയാളെ അനുഗമിക്കുകയും യേശു കൽപ്പിച്ചതെല്ലാം പറയുകയും ചെയ്തു. ഇത് കേട്ട് തൻ്റെ വീട്ടിൽ വിരുന്നൊരുക്കുവാൻ ആരോ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇത് നിക്കോദെമോസ് ആയിരുന്നിരിക്കണം, അത് ആർക്ക് വേണ്ടിയാണെന്ന് തനിക്ക് അറിയില്ലെന്നും ഈശോയ്ക്ക് വേണ്ടിയാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അയാൾ പറഞ്ഞു. ഹേലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഹെബ്രോണിലെ സക്രിയായുടെ സഹോദരി ഭർത്താവ് ആയിരുന്നു ഹേലി. തലേവർഷം യേശു സ്നാപയോഹന്നാന്റെ മരണത്തെപ്പറ്റി പറഞ്ഞത് സക്രിയായുടെ വീട്ടിൽ വച്ചായിരുന്നു. ലേവായനായ ഹേലിയുടെ ഏകമകൻ വിശുദ്ധ ലൂക്കായുടെ സ്നേഹിതനായിരുന്നു. അവിവാഹിതകളായ 5 പുത്രിമാരും ഹേലിക്കുണ്ടായിരുന്നു. ഇയാൾ എല്ലാ വർഷവും പെസഹ തിരുനാളിന് പോവുകയും പട്ടണത്തിൽ താമസിക്കാൻ സുഹൃത്തുക്കളില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു മുറി വാടകയ്ക്കെടുത്ത് തൻ്റെ സേവകരെ കൂട്ടി പെസഹ ഒരുക്കുകയും ചെയ്തിരുന്നു. നിക്കോദെമോസിൻ്റെയും അരിമത്തിയക്കാരൻ ജോസഫിൻ്റെയും ഉടമസ്ഥതയിലുള്ള വിരുന്നുശാലയാണ് ഈ വർഷം അയാൾ വാടകയ്ക്ക് എടുത്തത്. അത് എവിടെയാണെന്നും അതിലെ ക്രമീകരണങ്ങൾ എന്തെല്ലാമാണെന്നും അയാൾ അപ്പസ്തലന്മാർക്ക്
കാണിച്ചു കൊടുത്തു.